എല്ലാവർക്കും സോളോ നോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബജാജിൻ്റെ ഏറ്റവും പുതിയ വാഹനമായ മാക്സിമ കാർഗോ BS6 റിവ്യൂ വീഡിയോയിലേക്കാണ് കടന്നു വരുന്നത്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ബജാജിൻ്റെ മാക്സിമ കാർഗോ എന്ന വാഹനം തീർത്തും സ്റ്റൈലിഷായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റൈലിഷായ ഒരു പാറ്റേണാണ് ഈ വണ്ടിയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് മൽഗാർഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ മൽഗാർഡാണ് വരുന്നത്. ഇതിൻ്റെ കോമ്പറ്റീഷൻ വാഹനങ്ങൾക്കെല്ലാം ഫൈബർ ആണ് ഫ്രണ്ട് മൽഗാർഡ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ മൽഗാർഡാണ് ഇതിന് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഷോക്ക് അബ്സർ ഇതിൻ്റെ വരുന്നത് ഡബിൾ സൈഡ് സസ്പെൻഷനാണ്, സിംഗിൾ സൈഡ് അല്ല ഡബിൾ സൈഡ്. ഇതിൻ്റെ കോമ്പറ്റീഷൻ എല്ലാം സിംഗിൾ സൈഡേ വരത്തുള്ളൂ. പക്ഷേ മാക്സിമ കാർഗോയിൽ ഡബിൾ സൈഡ് സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഹാൻഡിലെ വൈബ്രേഷൻ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വരുന്ന ഹെഡ്ലൈറ്റ് ഡബിൾ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. നല്ല പ്രകാശമുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് ഫ്രണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും ബാക്കി വശത്തിലേക്ക് പോകാം. നമുക്കിൻ്റെ ട്രേയിലേക്ക് പോകാം. ട്രേ സ്പേസ് എന്ന് വെച്ചാൽ 5.5 അടിയാണ്. 5.5 അടി നീളവും 5 അടി വീതിയുമുള്ള ട്രേ ആണ്. മാക്സിമം കോമ്പറ്റീഷൻ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്പേസ് കൂടിയ ട്രേ ആണ് മാക്സിമ നിങ്ങൾക്കായി നൽകുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത, ഈ സീരീസിലുള്ള വാഹനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ ചെയ്സാണ്. ഇതിൻ്റെ ചെയ്സ് ബെൻഡ് ചെയ്ത ചെയ്സാണ് വരുന്നത്. ഈ ഒരു സീരീസ് വാഹനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് ഫ്രണ്ട് പൊങ്ങുന്നൊരു ഇഷ്യൂ. ഇച്ചിരി വെയിറ്റ് കയറിയാൽ ഫ്രണ്ട് പൊങ്ങും, നമുക്ക് കയറ്റം കയറി പോകാൻ കഴിയത്തില്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു ബെൻഡ് ചെയ്ത ചെയ്സ്. ഇത് ഈ സീരീസിൽ ഈ വാഹനത്തിന് മാത്രമേ ഉള്ളൂ. ഈ കോമ്പറ്റീഷൻ ഒരു വാഹനത്തിനും ഈ ചെയ്സ് ഇല്ല. ബെൻഡ് ചെയ്ത ചെയ്സാണ്. അതിൻ്റെ ഫ്രണ്ട് പൊങ്ങുമെന്നുള്ള ഇഷ്യൂ ഈ വാഹനത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ടയറിൻ്റെ പൊസിഷനാണ്. ഇതിൻ്റെ കോമ്പറ്റീഷൻ വാഹനങ്ങൾക്കെല്ലാം ടയർ പൊസിഷൻ നോക്കിയാൽ ഇത് ലോഡ് കയറ്റിയെങ്കിൽ മാത്രമേ ഈ ടയർ ലെവലാവുകയുള്ളൂ. പക്ഷേ മാക്സിമ കാർഗോയിൽ നമ്മൾ ലോഡ് ഇല്ലെങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ടയർ കറക്റ്റായിട്ട് നിൽക്കും. ഇനി ഈ വാഹനത്തിൻ്റെ ഇഞ്ചിൻ ക്യാബിനിലേക്ക് പോകാം. BS4 നിന്നും BS6 വാഹനം മാറിയപ്പോൾ എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് EGR സിസ്റ്റം കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കൂളന്യം കാണാൻ കഴിയും. അല്ലാതെ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് 420 cc ഉള്ള BS4 എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത് BS6 മാറ്റിയിരിക്കുന്നത്. ഈ വാഹനത്തിന് മറ്റു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ക്ലച്ചാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലച്ച് ഡ്രൈ ക്ലച്ച്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് കോമ്പറ്റീഷൻ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാത്ത ക്ലച്ചാണ്, വലിയ വണ്ടിയുടെ ക്ലച്ചാണ് ഈ വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. 37 കിലോമീറ്റർ വാറണ്ടിയുള്ള ഡ്രൈ ക്ലച്ചാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാഹനത്തിന് ഏത് കയറ്റവും അനായാസമായി കയറാൻ ഈ വാഹനം കഴിയും. മറ്റൊന്ന് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ CB ഷാഫ്റ്റാണ്. CB ഷാഫ്റ്റാണ് മറ്റൊരു പ്രത്യേകത. ഈ CB ഷാഫ്റ്റ് 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടിയുള്ള CB ഷാഫ്റ്റാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് കോമ്പറ്റീഷൻ ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബർ കപ്ലിംഗ് ആണ്. പക്ഷേ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് CB ഷാഫ്റ്റാണ്. അത് 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടി ബജാജ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ്. ഇതിന് എയർ കൂളിംഗും ഉണ്ട്, ഓയിൽ കൂളിംഗും ഉണ്ട്. 2 സിസ്റ്റം ഉണ്ട്. കോമ്പറ്റീഷൻ വാഹനങ്ങൾക്കെല്ലാം എയർ കൂളിംഗ് മാത്രമേ ഉള്ളൂ. ഔട്ട് എയർ എടുത്തിട്ട് ഇഞ്ചൻ കൂൾ ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മുടെ ഈ ബജാജ് മാക്സിമയിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന് എയർ കൂളിംഗ് ഉണ്ട്. ഓയിൽ കൂൾ ചെയ്ത് കൊടുക്കുക, ഒരു കൂളർ വെച്ചിട്ട് ഓയിൽ കൂളിംഗും ഉണ്ട്. ഇങ്ങനെ 2 സിസ്റ്റം ഉണ്ട്. അപ്പോൾ എത്ര ദൂരം വാഹനം ഓടിച്ചെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഹീറ്റ്, ഇഞ്ചിൻ്റെ ഹീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ വാഹനത്തിൽ കൂടുതലുണ്ട്. ഇനി ഇതിൻ്റെ ക്യാബിനിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും പ്രത്യേകത ഈ വാഹനത്തിൻ്റെ ക്യാബിൽ നമുക്ക് അനായാസമായി ഇരിക്കാൻ കഴിയും. ഒരു ഹൈറ്റുള്ള ആളിരുന്നെങ്കിൽ മാത്രം നല്ല ക്യാബിൻ ക്ലിയറൻസ് ആണ് നമുക്കുണ്ടാകുന്നത്. BS6 കടന്നു വന്നപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ ബജാജ് നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. കാര്യമായ മാറ്റങ്ങൾ ഇതിനെ ഇല്ല. അട്രാക്റ്റീവ് രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു മൊബൈൽ ചാർജർ, മൊബൈൽ ചാർജിങ് 12 വോൾട്ടിൻ്റെ ഒരു മൊബൈൽ ചാർജിങ് ഉണ്ടായിട്ടുണ്ട്. അത് അല്ലാതെ കാര്യമായ മാറ്റങ്ങളൊന്നും മീറ്റർ കൺസോളിലില്ല. ഈ വാഹനത്തിന് പ്രത്യേകത, വാഹനത്തിന് കമ്പനി നൽകുന്ന വാറണ്ടിയാണ്. ഈ കമ്പനി നൽകുന്ന വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. ആദ്യത്തെ 3 സർവീസ് ഫ്രീയും ഉണ്ട്. നമുക്ക് സംതൃപ്തരായ ധാരാളം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നമ്മൾ വാഹനം കൊടുത്ത കസ്റ്റമേഴ്സ് പലരും സംതൃപ്തരായിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ റിവ്യൂവിലേക്ക്, കസ്റ്റമർ വാഹനത്തെ പറ്റി അഭിപ്രായം പറയുന്നതിലേക്ക് നമുക്ക് പോകാം. നമ്മളിപ്പോൾ തെക്കേമല എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളിന്ന് വാഹനം ഒരു 10 മാസം മുമ്പ് കാലം വാഹനം സ്വന്തമാക്കിയ വാഹനകുറിച്ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മുടെ വാഹനം എടുത്തു, അദ്ദേഹത്തിനുള്ള അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കും. ചേട്ടാ, എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട്? വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? വണ്ടി എടുത്തിട്ട് 10 മാസമായി. ഇതുവരേക്കും വണ്ടിക്ക് പറയത്തക്ക കംപ്ലൈൻറ്റുകളോ ഒന്നുമില്ല. വണ്ടി ഓയിൽ മാറുന്നതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മൈലേജ് ആണെങ്കിൽ ന്യായമായിട്ടുള്ള മൈലേജ് ഉണ്ട്. എത്ര വെയിറ്റ് വരുന്നതിൽ കയറ്റും? ഞാനിതൊരു 1000-1200 കിലോ വരെ കയറ്റി നല്ല ഹിൽസ് ഏരിയയിൽ കൊണ്ടുപോയിട്ടുണ്ട്. കുഴപ്പങ്ങളില്ല.
പീരിയോഡിക് സർവീസ് അല്ലാതെ വേറെ സർവീസ് ഒന്നും ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല, ഇന്നുവരെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ 10 മാസക്കാലമായി വണ്ടി എടുത്ത് നമ്മുടെ മാക്സിമ കാർഗോ എന്ന് പറയും, ബജാജിൻ്റെ മാക്സിമ കാർഗോ എന്ന വാഹനം സ്വന്തമാക്കിയിട്ട് അദ്ദേഹം 10 മാസക്കാലമായി. ഇതൊരു പീരിയോഡിക് സർവീസ് അല്ലാതെ വേറെ സർവീസുകൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു 1000-1200 കിലോ വരെ 1 ടണ്ണിൽ പുറത്ത് വരെ അദ്ദേഹം ഡെയിലിയും ഇതിൽ വാഴക്കൊല കയറ്റി അദ്ദേഹം ബിസിനസ്സിന് വേണ്ടി പോകുന്നതാണ്. അദ്ദേഹം തീർത്തും ഈ വാഹനത്തിൽ സംതൃപ്തനാണ് അല്ലേ? കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ സെയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാഹനം അദ്ദേഹത്തിന് ഇഷ്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി നമുക്ക് സെയിൽ തന്നിട്ടുണ്ട്. അദ്ദേഹം തീർത്തും നമ്മൾ സംതൃപ്തനായ ഒരു കസ്റ്റമറാണ്. അപ്പോൾ വാമദേവക്കുറിപ്പാണ് നമ്മുടെ നല്ല അനുഭവങ്ങൾ പങ്കുവെച്ച അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ ഏട്ടാ. ഇപ്പോൾ മാക്സിമം കാർഗോയെ പറ്റിയുള്ളൊരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ബജാജിൻ്റെ തന്നെ മറ്റു പല വണ്ടികളുടെ റിവ്യൂ ചെയ്തത് ഈ ചാനലിൽ കിടപ്പുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.